ഇരിക്കട്ടെ, അഷ്റഫുൽ ഖൽഖ് തങ്ങൾ 23 കൊല്ലമാണ് ദീനിന്റെ പ്രബോധനം നടത്തിയത്. ഈ 23 കൊല്ലം പ്രബോധനം നടത്തിയിട്ട് തങ്ങൾ എന്ത് ചെയ്തു? അൽ യൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറളീതു ലക്കുമുൽ ഇസ്ലാമ ദീനാ. പരിശുദ്ധ ഇസ്ലാമിനെ പൂർത്തീകരിച്ചു. ഇനി അതിലേക്കൊന്നും കൂട്ടിച്ചേർക്കാനില്ല, അതിൽ നിന്ന് ഒന്നും വിട്ടുകളയാനില്ല. സമ്പൂർണ്ണ മതം പരിപൂർണമാക്കിക്കൊണ്ട് അഷ്റഫുൽ ഖൽഖ് തങ്ങൾ ഈ ലോകത്തിൽ നിന്ന് വിട പറഞ്ഞു. വിട പറഞ്ഞപ്പോൾ പരിശുദ്ധ ദീനിന്റെ പ്രബോധനം അവസാനിച്ചോ? നബി തങ്ങളുടെ ഈ പ്രബോധന രംഗം അവിടെ വെച്ച് സമാപിച്ചോ? ഇനി ഈ ദീനിനെ ഖിയാമത്ത് നാൾ വരെ എത്തിച്ചു കൊടുക്കേണ്ടതില്ലേ? പ്രബോധനം നടത്തേണ്ടതില്ലേ? പ്രബോധനം നടത്തണം. ആരാണ് പ്രബോധനം നടത്തേണ്ടത്? ആ പ്രബോധനം നടത്തുന്ന ആളുകളുടെ പേരാണ് അല്ലാഹുവിന്റെ ഔലിയാക്കന്മാർ, പണ്ഡിതന്മാർ. അൽ ആലിമു അൽ വലിയു, പണ്ഡിതനും ആലിമും ഒന്ന് തന്നെയാണ്. ആലിമാണ് വലിയ, വലിയാണ് ആലിമ്, രണ്ടും ഒന്ന് തന്നെയാണ്. അവരാണ് അള്ളാഹുവിന്റെ ദീൻ ഖിയാമത്ത് നാൾ വരെ ഈ ജനങ്ങൾക്ക് പ്രബോധനം നടത്തേണ്ടത്. പക്ഷേ അവർ മുൻകാല പ്രവാചകന്മാർ നബിയാണ് എന്ന് വാദിച്ചുകൊണ്ടായിരുന്നു പ്രബോധനം നടത്തിയിരുന്നത്. ഇവരോ നബിയാണെന്ന് വാദിക്കില്ല. ആ പ്രവാചകന്റെ അനുയായികളാണ്, ആ മതത്തിന്റെ പ്രബോധകന്മാരായ അംബിയാന്റെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ദീനിന്റെ ഖാദിമാണ് എന്ന് പറഞ്ഞിട്ടേ പ്രബോധനം നടത്തുകയുള്ളൂ. നബിയാണെന്ന് വാദിക്കാൻ പാടില്ലല്ലോ, നബിയാണെന്ന് വാദിക്കില്ല. ഇതാണ് ഔലിയാക്കന്മാർ, അള്ളാഹുവിന്റെ ദീനിന്റെ പ്രബോധനം ഏറ്റെടുത്ത അള്ളാഹുവിനാൽ നിയോഗിക്കപ്പെട്ട മഹത്തുക്കളായ സ്വാലിഹീങ്ങളാണ്. അവിടെയാണ് നമ്മുടെ വിഷയത്തിന്റെ മർമ്മം. എന്താണ് വലിയ എന്ന് പറഞ്ഞാൽ? വലിയ ഔലിയാക്കന്മാർ എന്ന് പറഞ്ഞാൽ ആരാണ്? അൽ വലിയു അൽ ആലിമു ബില്ലാഹി അൽ ആരിഫു ബില്ലാഹി ഹസ്ബമാ യുംകിനു അൽ മുവാദിബു അല ത്വാഅതി അൽ മുജ്തനിബു അനിൽ മഹ്ദൂറാതി അൽ മുഅരിദു അനിൽ ഇൻഹിമാകി ഫിൽ ലദ്ദാതി വശഹവാത്. ഇതാണ് വലിയ എന്ന് പറഞ്ഞതിന്റെ നിർവചനം. അൽ വലിയു, വലിയ അൽ ആരിഫു ബില്ലാഹി ഹസ്ബമാ യുംകിനു, പരമാവധി അള്ളാഹുവിനെ കുറിച്ച് പഠിച്ചവൻ, അറിഞ്ഞവൻ, അഗാധ പാണ്ഡിത്യത്തിന്റെ ഉടമ, സാധാരണ ഒരു മനുഷ്യനല്ല. ഹസ്ബമാ യുംകിനു അൽ ആരിഫു ബില്ലാഹി ഹസ്ബമാ യുംകിനു, പരമാവധി മാക്സിമം അള്ളാഹുവിനെ കുറിച്ച് പഠിച്ചവൻ, അറിഞ്ഞവൻ, അറിയേണ്ട വിധത്തിൽ അറിഞ്ഞവൻ, അവനാണ് വലിയ എന്നതിന്റെ നിർവചനത്തിലെ ആദ്യത്തെ നിബന്ധന. ഈ ഒരൊറ്റ വിഷയം നാം ചിന്തിച്ചാൽ അള്ളാഹുവിന്റെ ഔലിയാക്കന്മാർ ആരാണ്? അഗാധമായ പാണ്ഡിത്യത്തിന്റെ പരമാവധി ഈ സാഹചര്യത്തിൽ പഠിക്കാവുന്നതിൽ മാക്സിമം പഠിച്ച മഹത്തുക്കളായ സ്വാലിഹീങ്ങളായ പണ്ഡിതന്മാരാണ്, ആരിഫീങ്ങളാണ്. നമുക്കെന്തറിയാം? ഇൽമ് ഒരു ചെറിയ താരതമ്യം ഞാൻ നടത്തും. ബഹുമാനപ്പെട്ട ഇബ്നു ഹജറുൽ ഹൈതമി റഹ്മത്തുള്ളാഹി അലൈഹി വിവരിച്ചിട്ടുണ്ട്. ഇമാം മാവറദി റളിയല്ലാഹു അൻഹു ജീവിച്ചിരിക്കുന്ന കാലത്ത് 10 ഏക്കറയോളം വിശാലമായ സ്ഥലമുണ്ട്. ഒന്ന് നിങ്ങൾ മനസ്സിൽ കാണുക, ആ സ്ഥലം എത്ര വിശാലത കാണുമെന്ന്. അത്രയും വിശാലമായ സ്ഥലത്ത് കെട്ടിയുണ്ടാക്കിയ ബിൽഡിങ്, ഈ വിശാലമായ ഏക്കർ കണക്കിന് ഭൂമിയിൽ കെട്ടിയുണ്ടാക്കിയ ബിൽഡിങ്ങിന്റെ ഉള്ളിൽ നിറയെ കിതാബാണ്. വളരെ ഉയരത്തിൽ കെട്ടിയുണ്ടാക്കിയ ബിൽഡിങ്ങിൽ വെച്ചിരിക്കുന്ന ഷെൽഫുകളിലേക്ക്, അലമാരികളിലേക്ക് കോവണി വെച്ച് കയറിയാലേ കിതാബ് എടുക്കാൻ കഴിയൂ. അത്ര ഉയരത്തിൽ കിതാബ് അട്ടിയട്ടിയായി വെച്ചിരിക്കുന്നു. ഒരാൾക്ക് നടന്നു പോകാനുള്ള വഴി വിട്ടുകൊണ്ട് ബാക്കിയുള്ള സ്ഥലത്ത് മുഴുവനും ഗ്രന്ഥശേഖരം കൊണ്ട് നിറക്കപ്പെട്ട വിശാലമായ ലൈബ്രറി, 4 മദ്ഹബിന്റെ കിതാബുകളും ഉണ്ട്. വലിയ വിശാലമായ ഒരു ലൈബ്രറിയാണ് അന്നുണ്ടായിരുന്നത്. ആ വിശാലമായ ലൈബ്രറി, എല്ലാ മദ്ഹബിന്റെയും കിതാബുകൾ നിറക്കപ്പെട്ട വിശാലമായ ലൈബ്രറി ഇമാം മാവറദി റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് അഗ്നിക്കിരയായി കരിഞ്ഞുപോയി. അല്ലാഹ് എന്നെഴുതിയ ഒരു കടലാസിന്റെ തുണ്ട് പോലും അതിൽ നിന്ന് ലഭിച്ചില്ല, മുഴുവനും കരിഞ്ഞ് ചാമ്പലായിപ്പോയി. ആലിമീങ്ങൾ കരയാൻ തുടങ്ങി. അല്ലാഹുവേ, ഇൽമ് ഉയർത്തപ്പെടുകയാണോ? ഇൽമ് നശിച്ചു പോവുകയാണോ?
എന്ന് വിചാരിച്ച് പല ആലിമീങ്ങളും കരയാൻ തുടങ്ങി. പലരും മരിച്ചുപോയി, പേടിച്ച് പേടിച്ച് കരഞ്ഞിട്ട്. ഈ കിതാബുകൾ മുഴുവനും എവിടെ നിന്ന് കിട്ടാനാണ്? അച്ചടിയുടെ സംവിധാനം പുരോഗമിക്കാത്ത കാലഘട്ടത്തിൽ ഇത്രയും കിതാബ് എങ്ങനെ കിട്ടും? ഇതാലോചിച്ചുകൊണ്ട് പല ആലിമീങ്ങളും വിഷമിച്ച് കരഞ്ഞപ്പോൾ മഹാനായ ഇമാം മാവർദി റളിയല്ലാഹു അൻഹു പറയുന്നു, നിങ്ങൾ വിഷമിക്കേണ്ട, ഞാൻ അതിനൊരു പരിഹാരമുണ്ടാക്കി തരാം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു എഴുത്തുകാരനെ വെച്ചു കൊടുക്കാൻ ആവശ്യപ്പെടുകയും ഒരു എഴുത്തുകാരനെ വെച്ചു കൊടുത്തതിൻ്റെ പേരിൽ 90 ദിവസം കൊണ്ട് 3 മാസം കൊണ്ട് ആ കാണുന്ന വിശാലമായ കെട്ടിടത്തിൻ്റെ ഉള്ളിൽ നിറച്ചു വെച്ച മുഴുവൻ ഗ്രന്ഥങ്ങളും ഇമാം മാവർദി റളിയല്ലാഹു അൻഹു തൻ്റെ ഹൃദയത്തിൽ നിന്നെടുത്തങ്ങ് പകർത്തി കൊടുത്തു. അത് മുഴുവനും തനിക്ക് മനപ്പാടമാണ്. അത്രയും ഇൽമുള്ള മാവർദി ഇമാം ഈ ഗ്രന്ഥം മുഴുവനും നോക്കി മനപ്പാടം പഠിച്ചു വച്ച തൻ്റെ ഹൃദയത്തിൽ നിന്ന് ഒരു എഴുത്തുകാരനെ വെച്ചുകൊണ്ട് 90 ദിവസം കൊണ്ട് അത് മുഴുവനും അങ്ങ് പകർത്തി കൊടുത്തു എന്നാണ് ചരിത്രമെങ്കിൽ, പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അങ്ങനത്തെ ഇമാം മാവർദി റളിയല്ലാഹു അൻഹു ഇൽമിന്റെ വിഷയത്തിൽ ഷാഫി ഇമാമിനോട് അടുക്കാൻ പോലുമായിട്ടില്ല. എന്താണ് സഹോദര ഇൽമ്? എന്താണ് മദ്ഹബ്? എന്താണ് മദ്ഹബിന്റെ ഇമാം എന്ന് പറഞ്ഞാൽ, ഈ മാവർദി ഇമാം ഇൽമിന്റെ വിഷയത്തിൽ ഷാഫി ഇമാമിനോട് അടുക്കാൻ പോലുമായിട്ടില്ലെന്ന് പറയുമ്പോൾ മദ്ഹബിന്റെ പണ്ഡിതന്മാരിൽപ്പെട്ട ഷാഫി ഇമാമിന്റെ ഇൽമ് എത്രയാണ്? 4 ബുക്കും വായിച്ച് നടക്കണം നമ്മൾക്ക് എന്താ ഉള്ളത്? എന്താണ് സഹോദര നമ്മുടെ കയ്യിലുള്ളത്? ആത്മാർത്ഥമായി നല്ല ബുദ്ധി വെച്ചിട്ടൊന്ന് ചിന്തിച്ചു നോക്കൂ. അള്ളാഹുവിൻ്റെ ഇൽമ് 10 ലക്ഷം ഹദീത്ത് മനപ്പാടമാണ് ഷാഫി ഇമാമൻ. 10 ലക്ഷം ഹദീത്ത് മനപ്പാടം എന്ന് പറഞ്ഞാൽ എങ്ങനെ? ഈ ഹദീത്ത് എനിക്ക് പഠിപ്പിച്ചു തന്നത് ആരാണ്? ആ ഉസ്താദിൻ്റെ ചരിത്രമറിയാം. ആ ഉസ്താദിന് അതാരാ പഠിപ്പിച്ചു കൊടുത്തത്? അദ്ദേഹത്തിൻ്റെ ചരിത്രമറിയാം. ഷാഫി ഇമാം മുതൽക്ക് അത് മേലോട്ടുള്ള അബ്ദുല്ലാഹ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു റസൂലുള്ള വരെയുള്ള ഈ ഹദീത്ത് തനിക്ക് കൈമാറി കൊടുത്ത മുഴുവൻ ഉസ്താദുമാരുടെയും ചരിത്രം പഠിക്കുകയും ജീവിതത്തിൽ ഒരിക്കൽ വലത്തോട്ട് തുപ്പിയിട്ടുണ്ടെങ്കിൽ അത് കറാഹത്താണ്, മുൻഭാഗത്തേക്ക് തുപ്പിയിട്ടുണ്ടെങ്കിൽ അത് കറാഹത്താണ്. അദ്ദേഹത്തിൻ്റെ ഹദീത്ത് ലഈഫാണ്. ലഈഫായ ഹദീത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? സ്വീകരിക്കാൻ അത് കൊള്ളില്ല, തള്ളിക്കളയേണ്ടതാണെന്ന് വാദോരാതെ പറയുന്നവരല്ലേ ഞാനും നിങ്ങളും. എന്താണ് ലഈഫായ ഹദീത്ത് എന്ന് പറഞ്ഞാൽ? ഈ ഹദീത്ത് നമുക്ക് കൈമാറി തന്ന മനുഷ്യൻ ജീവിതത്തിൽ ഒരിക്കൽ വലത്തോട്ട് തുപ്പിയിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഹദീത്ത് ലഈഫാണ്. അത്ര സൂക്ഷ്മത വെച്ച് പുലർത്തിയിട്ട് ഒരൊറ്റ ഹദീത്തും സ്വഹീഹുൽ ബുഖാരിയിൽ ഉദ്ധരിക്കപ്പെട്ട ഹദീത്തുകൾ ലഈഫില്ല. ഫഖുൽതു ലഖദ് ഫാഖൽ ബുഖാരിയു സിഹ്ഹതൻ കമാ ഫാഖ ഫീ ഹുസ്നി സ്വനാഅതി മുസ്ലിമു. സ്വഹീഹുൽ ബുഖാരിയുടെ ഹദീത്ത് മുഴുവനും സ്വഹീഹാണ്. ലഈഫായ ഹദീത്തില്ലെന്ന് പറഞ്ഞാൽ ആ ഹദീത്ത് ഉദ്ധരിച്ച ഒരു ഇമാമും ജീവിതത്തിൽ ഒരിക്കലും വലത്തോട്ട് തുപ്പിയിട്ടില്ല എന്ന ചരിത്രം പോലും പഠിച്ചറിഞ്ഞിരിക്കണം. അത് പഠിച്ചുകൊണ്ട് ആ ഹദീത്തിന്റെ പരമ്പര മുഴുവൻ പഠിച്ചുകൊണ്ടാണ് 10 ലക്ഷം ഹദീത്ത് ഷാഫി ഇമാം പഠിച്ചത്. 10 ലക്ഷം ഹദീത്ത് ഷാഫി ഇമാമിന് മനപ്പാടമാണ്. ഇന്ന് ഭൂമി ലോകത്ത് എത്ര ഹദീത്തുണ്ട് സഹോദര? അള്ളാന്റെ ഭൂമി അരിച്ചു വെറുക്കിയാൽ എത്ര ഹദീത്ത് കിട്ടും? 1 ലക്ഷം ഹദീത്ത് ആരെങ്കിലും കൊണ്ടുവന്നാൽ നിങ്ങൾ ചോദിച്ച സംഖ്യ തന്നേക്കാം. 1 ലക്ഷം ഹദീത്ത് കൊണ്ടെന്നാൽ 10 ലക്ഷം ഹദീത്ത് മനപ്പാടമാണ് ഷാഫി ഇമാം എന്നത് ലോകത്ത് അവിതർക്കിതമാണ്. ഒരു മനുഷ്യൻ ഇന്ന് വരെ എതിര് പറഞ്ഞിട്ടില്ല, പറയാൻ ഒരാൾക്ക് ധൈര്യം വന്നിട്ടില്ല. ചരിത്രമാണ്, നിഷേധിക്കാൻ കഴിയാത്ത സത്യമാണ്. ഷാഫി ഇമാമിന് 10 ലക്ഷം ഹദീത്ത് മനപ്പാടമാണ്. 1 ലക്ഷം ഹദീത്ത് ഇന്ന് കൊണ്ടുവന്ന് തന്നാൽ നിങ്ങൾ എന്ത് ചോദിച്ചോ ചോദിച്ചത് ഇനാം തന്നേക്കാം. കമ്പ്യൂട്ടറിൽ ഹദീത്ത് കയറ്റാൻ കഴിയും. ആരാ കയറ്റുന്നത്? എന്നെപ്പോലെ നിങ്ങളെപ്പോലത്തെ ആളുകൾ. നമ്മൾ കയറ്റി കൊടുത്തതല്ലേ കമ്പ്യൂട്ടറിൽ? കമ്പ്യൂട്ടറിലുണ്ടല്ലോ. കമ്പ്യൂട്ടറിൽ ആരോടോ കയറ്റിയത്? കമ്പ്യൂട്ടർക്ക് നമ്മൾ കൊടുത്തതാ കമ്പ്യൂട്ടറിൽ ഉണ്ടാകുക. അല്ലാതെ കമ്പ്യൂട്ടർ ഇവിടെ സ്വന്തമായിട്ട് എന്താ ചെയ്തത്? മനുഷ്യൻ കമ്പ്യൂട്ടർക്ക് അങ്ങോട്ട് കൊടുത്തതേ കമ്പ്യൂട്ടറിൽ ഉണ്ടാകൂ. മനുഷ്യൻ കൊടുത്തിട്ട് എവിടം വരെ എത്തി? 50,000 ഹദീത്ത് തേഞ്ഞിട്ടില്ല. നിങ്ങൾ ചിന്തിക്കണം.
50,000 ഹദീസ് തികഞ്ഞിട്ടില്ല ഇന്ന് ലോകം അരിച്ചു പെറുക്കിയിട്ട്. ബഹുമാനപ്പെട്ട ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹു ഒരു കിതാബ് ഉണ്ടാക്കി. എന്താണ് ആ കിതാബ്? ജാമിഉൽ മസാനീദ് കിതാബ്. ബഹുമാനപ്പെട്ട സുയൂത്തി ഇമാം ഉണ്ടാക്കിയ കിതാബ്. അന്ന് തനിക്ക് കിട്ടാവുന്നിടത്തോളം ഹദീസ് ശേഖരിച്ചു. സഹീഹുൽ ബുഖാരിയിൽ എത്ര ഹദീസ് ഉണ്ട് അത് മുഴുവനും ശേഖരിച്ചു. സഹീഹ് മുസ്ലിമിൽ എത്ര ഹദീസ് ഉണ്ട് അത് മുഴുവനും ശേഖരിച്ചു. തുർമുദി, നസായി, ഇബ്നു മാജ, ദാരഖുത്നി, ഹാക്കിം, മുസ്തദ്രക്, മുസന്നഫ് ഇബ്നു അബീ ശൈബ, മുസന്നഫ് അബ്ദുർ റസാഖ് തുടങ്ങി സർവ്വ ഹദീസിന്റെ കിതാബുകളിലുള്ള ഹദീസുകളും ഒരുമിച്ച് കൂട്ടിയിട്ട് ഒരൊറ്റ കിതാബാക്കി മാറ്റി ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹു. 1,00,000 ഹദീസ് തികഞ്ഞിട്ടില്ല. സുയൂത്തി ഇമാമിന് 1,00,000 ഹദീസ് കിട്ടിയിട്ടില്ല. അപ്പോൾ ശാഫി ഇമാം പറഞ്ഞ ഒരു മസ്അല തള്ളിക്കളഞ്ഞിട്ട് ഹദീസ് എടുക്കണമെന്ന് ഞാനും നിങ്ങളും വാദിച്ചാൽ അത് എത്രമാത്രം വിഡ്ഢിത്തരമാണ് എന്ന് നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. ഒരൊറ്റ കാര്യമേ അവരോട് പറയാനുള്ളൂ. ശാഫി ഇമാം പറഞ്ഞ ഒരു മസ്അല ഒഴിവാക്കിയിട്ട് ഹദീസ് കൊണ്ട് അമൽ ചെയ്യണം. ഷാഫി ഇമാം പറഞ്ഞ ഫിഖ്ഹിന്റെ മസ്അലാണ് തള്ളണം, ഹദീസ് കൊണ്ട് അമൽ ചെയ്യണം എന്ന് പറഞ്ഞാൽ 9,50,000 ഹദീസ് നമുക്ക് കിട്ടാത്തത് ഷാഫി ഇമാമിന് കിട്ടിയിട്ടുണ്ട്. ഈ ഹദീസ് അതിൽപ്പെട്ട ഏതെങ്കിലും ഒരു ഹദീസ് കൊണ്ട് ദുർബലമാണോ? അല്ലേ? ഖുർആനിന്റെ എത്ര ആയത്തുകൾ അതിന്റെ നിയമം ദുർബലമാക്കപ്പെട്ടിട്ടുണ്ട്? തൗബാ സൂറത്തിന്റെ വലിപ്പമുള്ള ഒരു സൂറത്ത് എനിക്ക് മനപ്പാടമുണ്ടായിരുന്നു. സ്വഹാബത്ത് പറഞ്ഞതാ, തൗബാ സൂറത്തിന്റെ വലിപ്പമുള്ള ഒരു സൂറത്ത് എനിക്കറിയാമായിരുന്നു. അള്ളാഹു അത് നസ്ഖ് ചെയ്തു പോയി. പാരായണം തന്നെ നസ്ഖ് ചെയ്തു പോയ ആയത്തുകളുണ്ട്, സൂറത്തുകളുണ്ട് ഖുർആനിൽ. ആ സൂറത്ത് ഓതാൻ പാടില്ല എന്നാ നിയമം. അതിൽപ്പെട്ട ഒരു വാചകമേ എനിക്കറിയൂ. സ്വഹാബത്ത് പറയാ, ലൗകാന ലിബ്നി ആദമ വാദിയാനി മിൻ ദഹബിൻ ലബ്തഗാ താലിതാ. ഇതായത്താണ്. ലൗകാന ലിബ്നി ആദമ വാദിയാനി മിൻ ദഹബിൻ ലബ്തഗാ താലിതാ. തൗബാ സൂറത്തിന്റെ വലിപ്പമുള്ള ഒരു സൂറത്തിൽ നിന്ന് ഈ ഒരായത്ത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ, ബാക്കി മുഴുവനും ഞാൻ മറന്നുപോയി. അള്ളാഹു പിൻവലിച്ചു. എത്ര ആയത്തുണ്ട് പിൻവലിക്കപ്പെട്ടത്? 4 മാസം യുദ്ധം ഹറാമാണ്. 4 മാസം യുദ്ധം ചെയ്യൽ ഹറാമാണ്. മുസ്ലിം ലോകം, മുസ്ലിം രാഷ്ട്രങ്ങൾ ഇന്ന് 4 മാസം യുദ്ധം നടത്തുന്നില്ലേ? എന്താ ന്യായം? എടോ, ആ നിയമം ദുർബലപ്പെടുത്തപ്പെട്ടു പോയി. ഹിജ്റ 8 മക്ക റിപ്പബ്ലിക് ആയതോടുകൂടി ആ നിയമം ദുർബലപ്പെടുത്തപ്പെട്ടു. ഇന്ന് 4 മാസം യുദ്ധം ഹറാമില്ല. മുഹറം, റജബ് ഇത്യാദി മിൻഹാ അർബഅത്തുൻ ഹുറും, 4 മാസം യുദ്ധം ഹറാമാണെന്ന നിയമം ഇപ്പോൾ ഇല്ല. ഹിജ്റ 8 ആ നിയമം ദുർബലപ്പെടുത്തപ്പെട്ടു പോയി. ഇൽമ് എന്താ നിങ്ങൾ മനസ്സിലാക്കുക. ഇൽമിന്റെ ഗൗരവം അത് എത്ര കണ്ടുണ്ട് എന്ന് നമ്മളൊന്ന് മനസ്സിലാക്കുന്നത് നല്ലതാ. അപ്പൊ വലിയ എന്ന് പറഞ്ഞാൽ ആരാണ്? അൽ ആരിഫു ബില്ലാഹി ഹസ്ബമാ യുംകിനു, പരമാവധി അള്ളാഹുവിനെ പറ്റി പഠിച്ച ആലിമാണ്, പണ്ഡിതനാണ്. ഓരോ കാലഘട്ടങ്ങളിലും അതാത് കാലഘട്ടങ്ങളിലുള്ള മാക്സിമം അറിവ് പരമാവധി സമ്പാദിച്ച ഒരു ആലിമാണ് വലിയ. അവൻ നിസ്കരിക്കാത്തവൻ വലിയാണോ? അല്ല. നോമ്പ് നോൽക്കാത്തവൻ വലിയാണോ? അല്ല. കള്ളു കുടിക്കുന്നവൻ വലിയാണോ? അല്ല. വലിയ എന്ന് പറഞ്ഞാൽ നിസ്കരിക്കാത്തവനല്ല. വലിയ എന്ന് പറഞ്ഞാൽ നോമ്പ് നോൽക്കാത്തവൻ എന്നല്ല, അള്ളാഹ്ക്ക് വിരുദ്ധം ചെയ്യുന്നവൻ എന്നല്ല.